ബൗ 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 ബൗ. എന്താണ് ചോപ്പേ, ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഫ്രാങ്ക്ലിൻ, നീ പുറത്തോട്ടൊന്ന് പോയി നോക്കടാ, മൊത്തം സോംബീസാടാ പുറത്ത്. എടാ നീ പുറത്തോട്ടൊന്ന് പോടാ. എടാ എന്തുവാടാ ഉറക്കം എന്നേറ്റ് നല്ല പ്രാന്ത് പറയുന്നു. സോംബീസ് അല്ലേ സോംബീസ് ഓടിക്കോ. എടാ ചോപ്പേ, സോംബീസ് തന്നെടാ. ഞാൻ പറഞ്ഞില്ലേടാ ഫ്രാങ്ക്ലിൻ, നീ പെട്ടെന്ന് ഓടി വണ്ടി കയറ്. ആ ഫ്രാങ്ക്ലിൻ, ഞാൻ ഓടി വണ്ടി കയറിക്കോ. വണ്ടി കയറി, നീ കൂടെ കയറ്. എടാ ഞാൻ ഈ ലൈറ്റൊക്കെ ഒന്ന് അണയ്ക്കട്ടാ. എല്ലാരും പോയെന്ന് വന്നു. ഞാനെന്തോ ചെയ്യാനാ, ബൈക്കിൽ പോണോ ജിമ്മി? എടാ ഷോപ്പിൽ നീ പെട്ടെന്ന് ഒരു വണ്ടി. ഞാൻ ആരെങ്കിലും ഒന്ന് വിളിച്ച് നോക്കട്ടെ. സാര വിളിക്കുന്നത്, നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നവരോ. ഗൈസ് നമ്മുടെ ചേച്ചി ആണല്ലോ ഗൈസ്, ഫ്രാങ്ക്ലിൻ്റെ ചേച്ചിയാണല്ലോ ഇത്. എടാ ഫ്രാങ്ക്ലിൻ, നീ പെട്ടെന്ന് ഇങ്ങോട്ടൊന്നും വാടാ. ഇവിടെ മൊത്തം സോംബീസ്. അവിടെ എന്തോ ചെയ്യണ്ടേന്ന് പോലും അറിഞ്ഞോട്ടാ. നീ എന്തായാലും കുറച്ച് വലിയ വണ്ടി എടുത്തോ കേട്ടോ. അത് ഇവരെല്ലാം മക്കളെല്ലാം ഇവിടെ പെട്ട് കിടക്കുവാടാ. നമുക്കൊക്കെ ഒന്നും ചെയ്യാൻ പോലും പറ്റത്തില്ല. ആ ശരി ചേച്ചി, ഞാൻ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് വരാം. ഗൈസ് നമുക്ക് എന്തായാലും മൈക്കിളിനെ ഒന്ന് വിളിച്ചു നോക്കണം ഗൈസ്. നമുക്ക് വണ്ടി പോകുമ്പോൾ വിളിക്കാം ഗൈസ്. ഞാൻ എന്തായാലും വിളിക്കാൻ പോവാണ്. എടാ മൈക്കിളെ, ഫ്രാങ്ക്ലിൻ, സിറ്റി മൊത്തം സോംബീസാ, നീ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞതാ, പക്ഷെ നീ കൊള്ളാടാ, നീ എന്നെ കൂട്ടാനങ്ങ് പോയല്ലോ. എടാ ഫ്രാങ്ക്ലിൻ, ഞാനെന്തോ ചെയ്യാനാടാ, ഇവിടെ മൊത്തം സോംബീസായിരുന്നു. അപ്പം കുറച്ചും കൂടെ മുമ്പേ ഈ സോംബീസിനെ എല്ലാം കൊണ്ടുപോകുന്നൊരു ഇത് വന്നായിരുന്നു. ഒരു വാൻ കണക്കൊരു സാധനമായിരുന്നു. സോംബീസിനെയല്ല, ഈ മനുഷ്യന്മാരെയെല്ലാം, ഇവിടെ പെട്ട് കിടക്കുന്ന മനുഷ്യന്മാരെയെല്ലാം കൊണ്ടുപോകുന്നത് ഒരു വാൻ കണക്ക് വരുന്ന സാധനമായിരുന്നു. അപ്പം ഞാൻ അതിൽ കയറി പോയടാ. കാരണം മൊത്തം സോംബീസ് ആയിരുന്നടാ. ആമാൻ്റെയും ജിമ്മിയൊക്കെ പറഞ്ഞ് പോവാമെന്ന്. ഞാൻ ട്രവർ അവനും പോയായിരുന്നു, അവനും ഞങ്ങളോട് ഉണ്ടായിരുന്നു. പക്ഷെ കൊള്ളാടെ, നീ എന്നെ ഒന്നും വിളിച്ചില്ല. ശരി എടാ, നീ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. പിന്നെ നീ എവിടെ ഇപ്പം നീ നിൽക്കുന്ന എവിടാ? എടാ ഞങ്ങളിപ്പോൾ ദുബായിലോ? ആ ഇവിടെ ഇന്ത്യ മൊത്തം സോംബീസ് ആണല്ലോ. അപ്പം ഞങ്ങൾ ദുബായിൽ പോയി. നീ കൊള്ളാടാ. ഗൈസ് നമ്മുടെ ഡോഗി തെറിച്ചു പോയി ഗൈസ്. എടാ പെട്ടെന്ന് വന്ന് കയറടാ, ഇങ്ങോട്ട് സമയമില്ല, നീ പെട്ടെന്ന് വന്ന് കയറ്. ഡോഗി കയറിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഒട്ടും സമയമില്ല ഗൈസ്. നമുക്ക് ഏറി എന്തായാലും ഇവിടെ വല്ലതും ഒതുക്കി നിർത്താൻ പോകും. കയറിയിട്ടുണ്ട്. എടാ നീ കയറിയോ? പിടിച്ചിരിക്കി, നമുക്കൊരു സ്ഥലം വരെ പോകണം. നീ പിടിച്ചിരിക്കണം കേട്ടോ. ചേച്ചി വാ ചേച്ചി, പെട്ടെന്ന്. സോംബീസ് ഇവിടെ മൊത്തം. എടാ ഫ്രാങ്ക്ലിൻ, ഞാൻ എങ്ങനെ വരാനാടാ? വെളി വരെ സോംബീസ് ഉണ്ടോ? അതൊന്നും ഇല്ല ചേച്ചി, പെട്ടെന്ന് വാ. അതാ വരുവാ ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിൻ ഇപ്പോൾ എവിടെ പോകാനാ പ്ലാൻ? എനിക്കിപ്പോൾ ഒരു പ്ലാനൊന്നും ഇല്ല. നമുക്ക് എങ്ങനെയെങ്കിലും, ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും എയർപോർട്ടിൽ അവിടെ വരെ എത്തണം. ഞാൻ ഇനി ഒരാളെ വിളിച്ച് നോക്കട്ടെ. ഇനിയിപ്പോൾ ഒരിതും ഇല്ല, സോംബിയെ കണ്ട ഇടിച്ചിട്ടേ പറ്റത്തുള്ളൂ. എന്തായാലും ഒരാളെ വിളിച്ചു നോക്കട്ടെ. അവൻ ചിലപ്പോൾ ഫോൺ എടുത്താൽ രക്ഷപ്പെട്ട്. പ്രദീപിനെ ഞാൻ വിളിച്ചു നോക്കട്ടെ. ഹലോ പ്രദീപേ. ഫോൺ എടുത്ത്. ഹലോ പ്രദീപേ, എടാ നീ ഇപ്പം എവിടെയാടാ? എടാ ഞാനിപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ടടാ. ഇവിടെ തന്നെ ഉണ്ട്. ഞാനിപ്പം ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു സ്ഥലത്ത്, ആർമിക്കാർ ഇവിടെ സീക്രട്ട് ആയിട്ടുള്ള സ്ഥലം ഒരുക്കുന്നുണ്ട്. നമുക്കൊന്നും ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. ഇപ്പം കുറേ പേര് വിളിക്കുക ഫ്ലൈറ്റ് അന്വേഷിച്ചേ. അപ്പം എടാ എനിക്ക് അത്യാവശ്യമായിട്ട് നീ ഒരു ഫ്ലൈറ്റ് ഒപ്പിച്ചാ. അതോ എടാ നീ പെട്ടെന്ന് എയർപോർട്ടിൽ നിന്ന് അടുത്തോട്ട് പോകും. നിനക്കായതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇതൊക്കെ തരാം, ജെറ്റോ ട്രെയിനോ എല്ലാം തരാം, ഫ്ലൈറ്റൊക്കെ തരാം. ഇപ്പം നീ എന്തായാലും എയർപോർട്ടിൽ ഞാൻ അങ്ങോട്ട് പോവാം. നീ പിന്നെ വല്ലതും കാശ് അടച്ചാൽ മതി. ശരിയടാ, ഞാൻ എന്തായാലും അങ്ങോട്ട് വരുവാ. എന്താ ചേച്ചി അവൻ പറഞ്ഞു? എടാ പട്ടി, അവൻ ദോണ്ട വരുന്നു. എടാ ഫ്രാങ്ക്ലിനെ, എടാ പെട്ടെന്ന് കയറടാ. എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ ഇവിടെ നിന്ന് തെറിച്ചു പോയതാടാ. സോംബി എന്നെ പിടിക്കാൻ വന്നു. ഞാൻ തെറിച്ച് പോയി. ഞാൻ രക്ഷപ്പെട്ടു എന്തോ ആയാലും.
ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തായാലും ഫ്ലൈറ്റ് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ ലണ്ടനിലോട്ട് വല്ലതും പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തോ ചെയ്യാനാ? ഈ വണ്ടി എവിടെ വല്ലതും ഇട്ടിട്ട് പോവാം. ഈ വണ്ടിക്ക് ബാറ്ററി ഒക്കെ ലോയാ. ഫ്യൂവലും ഇല്ല ആവശ്യത്തിന്. ഫ്യൂവലൊക്കെ അവിടെ നമ്മളെന്തോ ചെയ്യാൻ? മൊത്തം സോംബീസ്. പക്ഷേ ഈ സോംബീസ് ഇങ്ങനെ വന്നേന്ന് അറിഞ്ഞൂടല്ലോ. ഒരു മിനിറ്റ്, ട്രെവറിനെ വിളിച്ചാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാൻ. ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ ഭാഗ്യത്തിന്. പ്ലെയിനും ഉണ്ട്. എല്ലാവർക്കും കൊണ്ട് ഫ്ലൈറ്റിൽ പോകുന്ന ആ പ്ലെയിനിൽ പോകുന്ന ബുദ്ധിമുട്ടാണ്. കൊച്ചൊരു പ്ലെയിന്. നമുക്കത്തെ ഒരു വലിയ പാസഞ്ചർ ഫ്ലൈറ്റ് തന്നെ അങ്ങ് പോവാം. എന്തോ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് സീറ്റും എല്ലാം കുറവാണ്. അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടാണ്. എന്തോ ഇവിടെ ഓടാൻ പോലും സ്ഥലമില്ലല്ലോ. എന്തായാലും ഇപ്പുറത്ത് ചെന്ന് നോക്കട്ടെ. ഇവിടെ നിന്ന് ഓടാൻ പോലും സ്ഥലമില്ല എനിക്ക്. ഈ ഫ്ലൈറ്റിൻ്റെ ചാവി എൻ്റെ കയ്യിലില്ല. ഈ ഫ്ലൈറ്റിൻ്റെ ചാവി ഇതിനകത്തില്ല ചേച്ചി. മാത്രമല്ല ഈ ഫ്ലൈറ്റ് ഓപ്പൺ അല്ല. നമുക്ക് എന്തായാലും തൽക്കാലം കൊച്ചു പ്ലെയിൻ എടുത്തോണ്ട് പോവാം. എടാ ഫ്രാങ്ക്ലിൻ ഒന്ന് നിൽക്കടാ. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വാ. എല്ലാവരും ഓടുക. നീ അതെന്താ? നീ ഒരു ഡോഗല്ലേ? കയറേ പെട്ടെന്ന് ഇങ്ങോട്ട്. അങ്ങനെയൊന്നും പറ്റില്ല. നീ പെട്ടെന്ന് കയറ്. എല്ലാവരും കയറിയോ? കയറി. ഫ്ലൈറ്റ് എടുക്കുവാണേ. എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ കയറിയില്ല. കയറടാ ഇങ്ങോട്ട്. ഉമ്മാത്. എല്ലാവരും പിടിച്ചിരുന്നു കേട്ടോ. എങ്ങോട്ടാണ് ഫ്രാങ്ക്ലിനെ പോകുന്നത്? എനിക്കൊരു പിടുത്തവും ഇല്ല. ഞാൻ എന്തായാലും സ്ഥലത്ത് വരെ പോവാം. എത്രയും മാത്രമേ എനിക്കറിയൂ. ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? നമ്മൾ മേളിലെത്തി. ഇവിടൊക്കെ എന്തുകൂടെ ഇത്ര മഞ്ഞ്? ഭയങ്കര മഞ്ഞ. അതാ നോക്കി നമ്മുടെ സിറ്റി നോക്കി താഴെയൊക്കെ മൊത്തം മഞ്ഞായി. ഇപ്പം അത്രയും മേളിലാണ്. ഞാൻ എന്തായാലും നേരെ അങ്ങ് പോവാ. എവിടെ എത്തുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നേരെ പോവാ. നേരെ കുറേ നേരം. അയ്യോ ഇടയ്ക്ക് ഞാൻ എന്തായാലും നല്ല സ്പീഡിൽ പോവാൻ പ്ലാൻ ചെയ്ത് പോയി. രക്ഷവിട്ടെ ഫ്രാങ്ക്ലിൻ, രക്ഷവിട്ടെ. അല്ല, നിങ്ങളെന്തിനാ ഡാൻസ് കളിക്കുന്നത്? ഞാനിപ്പോൾ എവിടാ? നിങ്ങളിപ്പോൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ലണ്ടനിലാണ്. ഇരിക്കുന്ന പ്ലെയിൻ കണ്ടോ? ആ പ്ലെയിനിലായിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഒരു സ്ഥലത്ത് കറക്റ്റ് എന്തായാലും അവിടെ ആ സ്ഥലത്തായിരുന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ കണ്ടതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യമെടുത്തി. അല്ല, ബാക്കിയുള്ള ആൾക്കാരൊക്കെ എൻ്റെ കൂടെ ഡോഗിയും ഒരു ചേച്ചിയും പിന്നെ 2 പിള്ളേരും ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ സേഫായിട്ട് വണ്ടി ഇരിപ്പുണ്ട്. ഏത് വണ്ടിയിൽ? അവിടെ ഒരു ഹമ്മർ ഇരിപ്പുണ്ട്. ആ ഹമ്മർ നിങ്ങൾ എടുത്തോ. അതെ, ആ ഹമ്മർ നിങ്ങൾ എടുത്തോ. അത് നിങ്ങൾക്ക് ഞങ്ങൾ തന്നെയാ. താങ്ക് യു ചേട്ടാ. പിന്നെ കുറച്ച് ക്യാഷ് ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ ചേട്ടാ. അതൊന്നും എൻ്റെ ആവശ്യമില്ല. അല്ല, എന്നാലും ചേട്ടാ ചെയ്തേക്കാം. ചേട്ടാ, ഞാൻ കുറച്ച് രൂപ ചെയ്തേക്കാം കേട്ടോ. എന്തായാലും കുറച്ച് രൂപ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ശരി, നിങ്ങൾ എന്നാൽ പോയിക്കോ പെട്ടെന്ന്. നിങ്ങളുടെ ഇതിൽ തന്നെ ഇരിപ്പുണ്ട് പട്ടിയും ഡോഗിയും. ഗൈസ്, എന്തായാലും ഭാഗ്യത്തിനാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ആളെ കിട്ടിയത്. ഗൈസ്, ഭാഗ്യത്തിന്. എന്താടാ ഫ്രാങ്ക്ലിൻ, നമ്മളിപ്പോൾ ലണ്ടനിലാ. എനിക്ക് തെറിച്ചു പോയേ. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് കയറടാ. ഇവനെ കൊണ്ട് വലിയ ശല്യമാ. ഞാൻ വന്ന് കയറി. ഫ്രാങ്ക്ലിൻ, എൻ്റെ ഒരു വലിയൊരാഗ്രഹമാണ് ഫ്രാങ്ക്ലിൻ. എനിക്ക് ഇവിടെ ലണ്ടൻ ബ്രിഡ്ജ് കാണണമെന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമാണ്. അതെനിക്ക് നേരത്തെ അറിയാടാ. നീ കുറേ നാൾ കൊണ്ടേ പറയുന്നത്. ഇപ്പം നമ്മൾ ലണ്ടൻ ബ്രിഡ്ജാണടാ. ലണ്ടൻ ബ്രിഡ്ജിലോ? അതേടാ, നമ്മളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിലോ? എടാ അതേടാ. ഇനി നിൻ്റെ എവിടെയെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്.
എവിടാടാ അത്? നമുക്ക് എൻ്റെ ഇവിടെയുള്ള ട്രെയിൻ എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങരുത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരുന്നാൽ ട്രെയിൻ കാണിച്ചു തരാം. ഇല്ല, അതൊന്നും പറ്റത്തില്ല. അതൊക്കെ ഞാൻ എന്നാ ശരി, ഇറങ്ങത്തില്ല. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ട്രെയിൻ കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ നിന്നെ എന്നാ ശരി. ഞാൻ ഇറങ്ങത്തില്ല. ഞാൻ എന്തായാലും ഇറങ്ങത്തില്ല. എടാ നീ ഇറങ്ങിയോ? ഇറങ്ങി. എടാ അതെന്തുവാടാ ഫ്രാങ്ക്ലിൻ, ഞാൻ ഇറങ്ങിയടാ. ഇനി നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം എത്ര നേരമായെന്നറിയോ? നീ ഇത്ര നേരമൊക്കെ കണ്ടാൽ മതി. കയറാൻ പെട്ടെന്ന് വണ്ടിയിലോട്ട്. ഇതെന്തുവാടാ? ഈഫിൾ ടവർ അല്ലേ? ഇതങ്ങനെ ഇവിടെ? ഇത് പാരീസിലൊക്കെ അല്ലേ? പാരീസ് അങ്ങനെ ഏത് സ്ഥലത്തല്ലേ വരണ്ടുന്നത്? അത് ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇത് ഇവിടത്തെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാ ചുമ്മാ. അത് ഇവിടെ ഒരു ദിവസത്തിന് ചുമ്മാ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചേക്കുവാ അവര് ചുമ്മാ എന്താ വെച്ചേക്കുവാ. ഇവിടെ ജിമ്മൊക്കെ ഉണ്ടോ? ഉണ്ട്, ഫിറ്റ്നസ് ക്ലബ്ബ്. ഞാൻ എന്തായാലും ഒരു വീട് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും നേരെ അങ്ങോട്ടും എവിടെയെങ്കിലും കറങ്ങും ആ വീട് കിട്ടുമായിരിക്കും. അങ്ങനെയുള്ളൊരു വിശ്വാസം. എവിടെയെങ്കിലും കുറേ കറങ്ങുമ്പോൾ ആ വീട് കിട്ടുമായിരിക്കും. അങ്ങനെയുള്ളൊരു വിശ്വാസം. വീടിന് കുറേ ദൂരത്തിൽ പോകണോ? കുറേ ദൂരമൊന്നും പോകണ്ടോ എനിക്ക് തോന്നും. ഇവിടെ എങ്ങാണ്ടാണ് നമ്മുടെ വീട് വരുന്നത്. എടാ നീ എവിടെ കയറി? ഞാൻ സീറ്റിൽ കയറി. എവിടെ ഇപ്പം വരുന്നുണ്ട്? സ്കൂളിൽ. ഇപ്പൊ വഴി കിട്ടി. ഇതാണ്ട കിടക്കുന്നു നമ്മുടെ വീട്. എടാ ഫ്രാങ്ക്ലിന് നമ്മുടെ ചേച്ചിയുടെ വീടല്ലേ? മറ്റേ ചേച്ചിയുടെ ആ ചേച്ചിയുടെ വീട് തന്നെ. എന്നിട്ട് ചേച്ചി ഇവിടെ ഉണ്ടോ? ഇല്ല, ചേച്ചി നൈറ്റ് ആകുമ്പോൾ വരത്തേ ഉള്ളൂ. എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യട്ടെ നമ്മുടെ വണ്ടി. അയാൾ നമുക്ക് വലിയ ഹെൽപ്പല്ലേ ചെയ്തത്. എന്തായാലും പൈസ കൊടുത്തു വണ്ടിക്കുള്ള. പിന്നെ നമ്മൾ പോകുമ്പോൾ ഈ വണ്ടി അങ്ങ് കൊടുത്താൽ മതിയല്ല. അപ്പം ഗൈസ്, ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. ഫ്രാങ്ക്ലിൻ ഈ സോംബീസ് അറ്റാക്കിൽ നിന്ന് ഇവിടോട്ട് വരുന്നു. ഗൈസ്, നമുക്ക് എങ്ങനെയെങ്കിലും അവിടുത്തെ സോംബി എല്ലാം ഓടിക്കണം. നിങ്ങൾ ഓടിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.